അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ കൂടി നോക്കാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്ററിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സിനിമയ്ക്ക് അത്യാവശ്യം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, തിരക്കഥ എഴുതുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് സെൻസർ ചെയ്യുന്നതും ചേംബറിലെ രജിസ്ട്രേഷനും കാര്യങ്ങളും സംവിധാനവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിവരമാണ്, അല്ലെങ്കിൽ സിനിമയ്ക്കും ആർട്ടിസ്റ്റുകൾക്കും ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും പ്രേക്ഷകർക്കും ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് നല്ലൊരു എഡിറ്റർ ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും എഡിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്നി കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ പലയിടത്തും പോയി ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിന് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 2-3-4 ഫീഡ്ബാക്ക്, അതായത് ഒരു 4 ഹാർഡ് ഡിസ്ക് എങ്കിലും മിനിമം ഒരു 4 TB ആണെങ്കിൽ തന്നെ ഒരു 4 ഹാർഡ് ഡിസ്ക് നിങ്ങൾ തീർച്ചയായിട്ടും കരുതണം. കാര്യം ഒരെണ്ണത്തിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അടുത്തതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കണം. മിക്കവാറും ഒരു സിനിമയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ 4-6 ഹാർഡ് ഡിസ്കുകൾ വേണ്ടി വരും. വലിയ ആരി, അലക്സ അതേപോലുള്ള ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഫയൽ, അതായത് ഞാനിരിക്കുന്ന ഈ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് ഷോട്ട്, ഇതിൻ്റെ ടോപ്പ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് 3-4 ഷോട്ടുകൾ ഒരു സീനിൽ വരുമ്പോൾ ഇതിൻ്റെ ഓരോ സൈസും ചിലപ്പോൾ 3 GB, ചിലപ്പോൾ 6 GB ഒക്കെ വരും. അപ്പോൾ അത്രയും ഒരു ഡെപ്തുള്ള ഒരു ഫയൽ സൈസ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കൺവേർഷൻ ചെയ്തുകൊണ്ട് ഒരു എഡിറ്റിംഗ് ടേബിൾ നിങ്ങൾ എത്തിക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ തിരക്കഥ നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റോറി ബോർഡ് നോക്കിയിട്ട് തന്നെ ഈ പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു കഥ ആദ്യം എഡിറ്റർ അറിയുക എന്നുള്ളതാണ്. കാര്യം ഒരു ഡയറക്ടറിൻ്റെ, ഒരു റൈറ്ററിൻ്റെ കയ്യിൽ ഒരു കഥ കിട്ടുമ്പോൾ ആ കഥ എഴുതി കഴിയുമ്പോൾ അത് ഡയറക്ടറിലേക്ക് അവതരിപ്പിക്കുക. ഡയറക്ടർ ചേർന്നിരുന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ അടിക്കുകയും ആർട്ടിൻ്റെ അടിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ക്യാമറാമാനിലേക്കും കൊടുക്കുക. കാര്യം ഈ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് ഒപ്പിയെടുക്കുന്ന ഒരു ക്യാമറാമാനാണ്. പിന്നെ ഇതിനെ കൂട്ടി യോജിപ്പിക്കേണ്ടത്, അത് യോജിപ്പിക്കേണ്ട അവസരങ്ങൾ, വേണ്ടാത്ത ഭാഗങ്ങൾ 1 സെക്കൻഡ് ആണെങ്കിലും അത് കട്ട് ചെയ്യേണ്ടത് വളരെ വലിയൊരു പ്രോസസ്സാണ്. കാര്യം അഭിനയിക്കുന്ന പോലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ കട്ട് പറയുന്നതിലോ അല്ലെങ്കിൽ ഇച്ചിരി പൈസ മുടക്കുന്നതിലോ അല്ല കാര്യം ഒരു എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും 1 സെക്കൻഡ്, അതായത് നമ്മൾ കണ്ണ് മിന്നി തുറക്കുന്നതിന് മുൻപായിട്ട് തന്നെ 1 സെക്കൻഡ്, ഒരു ക്ലോക്കിൽ ഒരു സൂചി നമ്മൾ അടിക്കുമ്പോൾ ഏകദേശം 24 ഫ്രെയിമുകൾ, അതായത് ഒരു ഫോട്ടോ ജസ്റ്റ് ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിം 24 ഫ്രെയിമുകൾ ഒരൊറ്റ സെക്കൻഡുകൾ കൊണ്ട് ഓടി മറയുന്ന സംഗതിയാണ് 24 ഫ്രെയിമിൽ എടുക്കുന്ന പെർ സെക്കൻഡ്. ആ ഒരു ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സ്ലോ മോഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഡബ്ബിങ് അവിടെ വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 60 അല്ലെങ്കിൽ 14 ഒക്കെ ഡെപ്ത് കൂടി, ഫയൽ സൈസ് കൂടി ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഈ സ്ലോ മോഷനിൽ ഓടി വരുന്നതും അല്ലെങ്കിൽ അതേപോലെ സ്റ്റണ്ട് ചെയ്യുമ്പോഴത്തേക്കിനൊക്കെ നിങ്ങൾ അവരുടെ പെരുകങ്ങളും കാര്യങ്ങളും ഒക്കെ അനങ്ങുന്ന നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻസ് കിട്ടും. അതൊക്കെ നമ്മുടെ ക്യാമറ എക്യുപ്മെൻറ്റ്സിലൊക്കെ പോകുന്ന, എന്നാൽ എഡിറ്റിങ്ങിലും നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അത് ഡയറക്ഷൻ ചെയ്തെങ്കിലും ക്യാമറ ചെയ്യുന്നവനാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡെപ്തായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്ന ഒരു സീനുകൾ, അതായത് ഒരു പ്രൊഡ്യൂസറിന് പണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ലാഭം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു എഡിറ്ററാണ്. കാരണം എന്താ, ആ പടം അത്രത്തോളം ഭംഗിയാക്കണം. കാര്യം ഒരു കുക്കർ, ഒരു ബിരിയാണി കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിട്ടു, അത് കഴിക്കുന്ന പ്രേക്ഷകൻ പൈസ കൊടുത്ത് വാങ്ങി കഴിച്ചിട്ട് മോശമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഡയറക്ടർ നല്ലതായിരിക്കാം, ആർട്ടിസ്റ്റ് നന്നായിരിക്കാം. പക്ഷേ ഒരു എഡിറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമ അവിടെ കൊണ്ട് പൊട്ടിപ്പോയി. ചിലപ്പോൾ നല്ല ഹിറ്റാവേണ്ട സിനിമകളായിരിക്കും, ചിലപ്പോൾ എഡിറ്ററിൻ്റെ കഴിവേട് കൊണ്ട് നിങ്ങൾ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം. കാര്യം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒരു എഡിറ്റിങ്, ഡബ്ബിങ്, BG എല്ലാത്തിലും തന്നെ. സിനിമയിലെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അവിടെ നിന്ന് ഏതെങ്കിലും നല്ല രീതിയിൽ അഭിനയിച്ച് കുറച്ച് പൈസയും ഒരുത്തം മുടക്കി ഒരുത്തൻ അവിടെ നിന്ന് ആക്ഷനും കട്ടും പറഞ്ഞു എന്നുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കൂട്ടുകളും അത് കറക്റ്റായിട്ടും, അത് പൈസ ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഇതെല്ലാം കൂടെ ആപ്റ്റായിട്ട് കിട്ടുമോ, തീർച്ചയായിട്ടും ആ സിനിമ ഹിറ്റിലേക്ക് പോകും. സ്റ്റോറി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ്, ഈ 3 പ്രോസസ്സാണ് ഞാൻ പഠിച്ച സിനിമയിൽ നിന്നും ഒരു സിനിമയിലെ സക്സസ്സിലേക്ക് കൊണ്ടെത്തുന്നത്. മഞ്ഞുമൽ ബോയ്സിനകത്ത് വലിയ സ്റ്റാറുകളൊന്നുമില്ല, അതേപോലെ തന്നെ പ്രേമലുവിനും വലിയ സ്റ്റാറുകളൊന്നുമില്ല. പക്ഷേ അവരുടെ മേക്കിംഗ് നല്ലതായിരുന്നു, ആർട്ടിസ്റ്റ് നല്ലതായിരുന്നു, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റോറിയും നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ആർട്ടിസ്റ്റുകളെയും ഒരു പ്രൊഡ്യൂസറിനെയും അല്ലെങ്കിൽ ഒരു സംവിധായകനെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന, അവരെ വിജയിപ്പിക്കുന്ന ഒരു ഫോർമുലയാണ് എഡിറ്റിംഗ്. ഏകദേശം നമുക്ക് ആദ്യം നിങ്ങൾ അഭിനയിച്ച കുറേ സീനുകൾ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്താൽ അദ്ദേഹം ഈ സ്റ്റോറി ആദ്യമായിട്ട് ഇരുന്നൊന്ന് പഠിക്കും, എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് പഠിക്കുക. അത് ക്യാമറാമാൻ ആണെങ്കിലും ചെയ്യണം. കാരണം ഞാൻ എടുക്കാൻ പോകുന്ന ഷൂട്ട് എന്തൊക്കെയാണെന്ന് അയാൾ നേരത്തെ അറിഞ്ഞിരിക്കണം. എനിക്ക് 2-4 പേര് ഇതേപോലെ വന്നു, പക്ഷേ 2-3 പേടിക്കൊക്കെ പറഞ്ഞപ്പോൾ അവർ ജസ്റ്റ് ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ചില സീനുകളിൽ കാണാനുണ്ട്. ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുകയല്ല, ചില ക്യാമറയൊക്കെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു, നമുക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, എന്നാൽ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ വന്ന 2-3 മൂവിയിലെ ക്യാമറാമാനെ കുറിച്ചിട്ടും അവരുടെ കഴിവുകളെ കുറിച്ചിട്ടും അവരുടെ അപാകതകളെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് വീണ്ടും ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിംഗ് നിങ്ങളുടെ ചെറിയൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഏകദേശം ചിലപ്പോൾ 1 ദിവസം കൊണ്ട് തീരും, അല്ലെങ്കിൽ ചിലപ്പോൾ 5 ദിവസം കൊണ്ട് തീരും. അത് നിങ്ങളുടെ ലെങ്ത് അനുസരിച്ചിട്ടിരിക്കും. VFX ഒക്കെ ആണെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കണം, അതൊക്കെ ഒരുപാട് വള്ളിയാണ്, പൈസയും ഒരുപാട് ചിലവുള്ള സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിനിമം നമുക്ക് ഒരു i5 അല്ലെങ്കിൽ i7 പ്രോസസ്സിലെങ്കിലും, അതായത് പ്രീമിയറിൽ എഡിറ്റ് ചെയ്യാം,
അതേപോലെ തന്നെ ഡാവിഞ്ചി റിസോൾവ് ചെയ്യാം, അതേപോലെ തന്നെ FCP എന്ന് പറയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള മാക്കിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് FCP. അതിനകത്ത് നമുക്ക് സിനിമ ചെയ്യാം. നിങ്ങൾ എങ്ങനെയൊക്കെ ആയാലും സിനിമയുടെ ഔട്ട് എടുക്കുമ്പോൾ DCP ഔട്ടിൽ എടുക്കാൻ ശ്രമിക്കുക. കാര്യം ഉയർന്ന ഏതെങ്കിലും നല്ല അവാർഡിനോ മറ്റോ അയച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും DCP ഔട്ട് വേണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ. അതേപോലെ തന്നെ ട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് DCP ഔട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. എങ്കിൽ നിങ്ങളുടെ സോങ്ങുകളും ബാക്കിയുള്ള ഡബ്ബിംഗ് സെക്ഷനുകളും അതേപോലെ തന്നെ നമ്മുടെ എല്ലാം ഒരു 4K കോപ്പി നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങി വെക്കുക. പിന്നെ നമുക്ക് ഫോണിനകത്ത് കാണാൻ വേണ്ടിയിട്ട് HD ആണെങ്കിൽ HDയുടെ ഒരു കോപ്പിയും കൺവെർഷൻ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഒരു സിനിമയുടെ വിജയത്തിൽ എഡിറ്റർക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഒരു എഡിറ്റർ ഇല്ലാതെ ഒരു സിനിമ പൂർണ്ണമാകില്ല. എഡിറ്റർ ഒരു സിനിമയുടെ കഥയെ ദൃശ്യപരമായി പറയുന്നതിൽ ഒരു ശില്പിയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഷൂട്ട് ചെയ്ത ഫൂട്ടേജുകൾക്ക് ജീവൻ നൽകി അവയെ ഒരുമിച്ച് ചേർത്ത് പ്രേക്ഷകന് മനസ്സിലാകുന്ന ഒരു കഥയാക്കി മാറ്റുന്നത് എഡിറ്ററാണ്. ഒരു സിനിമയ്ക്ക് എഡിറ്റർ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് നോക്കാം. കഥയെ കെട്ടിപ്പടുക്കുന്നു. സംവിധായകൻ ഉദ്ദേശിക്കുന്ന കഥയെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രേക്ഷകരിലേക്കെത്തിക്കാൻ എഡിറ്റർ സഹായിക്കുന്നു. ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ഷോട്ടുകൾ തിരഞ്ഞെടുക്കുകയും അവയെ ഒരു പ്രത്യേക ക്രമത്തിൽ വയ്ക്കുകയും ചെയ്യുന്നതിലൂടെ കഥയ്ക്ക് ഒഴുക്കും വ്യക്തതയും ലഭിക്കുന്നു. താളവും വേഗതയും നിയന്ത്രിക്കുന്നു. ഒരു സിനിമയുടെ താളവും വേഗതയും പേസിംഗ് നിർണ്ണയിക്കുന്നത് എഡിറ്ററാണ്. രംഗങ്ങൾക്കിടയിലെ മാറ്റങ്ങൾ, ഓരോ ഷോട്ടിന്റെയും ദൈർഘ്യം എന്നിവ ക്രമീകരിക്കുന്നതിലൂടെ പ്രേക്ഷകന്റെ ശ്രദ്ധ നിലനിർത്താനും വൈകാരികമായ അനുഭവം നൽകാനും സാധിക്കുന്നു. ഒരു രംഗം വേഗത്തിൽ പോകേണ്ടതാണോ അതോ പതുക്കെ പോകേണ്ടതാണോ എന്ന് തീരുമാനിക്കുന്നത് എഡിറ്ററാണ്. വികാരങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു രംഗത്തിലെ വികാരങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ എഡിറ്റർക്ക് വലിയ പങ്കുണ്ട്. ഒരു പ്രത്യേക ഷോട്ട്, സംഗീതം, ശബ്ദം എന്നിവയുടെ ഉപയോഗത്തിലൂടെ പ്രേക്ഷകന് ആ രംഗത്തിലെ വികാരങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഭയാനകമായ രംഗത്തിൽ പെട്ടെന്നുള്ള കട്ടുകളും ഭയപ്പെടുത്തുന്ന സംഗീതവും ചേർത്ത് പ്രേക്ഷകനിൽ ഭയം ജനിപ്പിക്കാൻ കഴിയും. സംവിധായകന്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നു. സംവിധായകന്റെ മനസ്സിലുള്ള ആശയം യാഥാർത്ഥ്യമാക്കുന്നത് എഡിറ്റർ വഴിയാണ്. ഷൂട്ട് ചെയ്ത എല്ലാ ഫൂട്ടേജുകളും ഉപയോഗിച്ച് സംവിധായകൻ കണ്ട സ്വപ്നത്തെ ഒരു പൂർണ്ണ സിനിമയാക്കി മാറ്റുന്നത് എഡിറ്ററാണ്. തെറ്റുകൾ തിരുത്തുന്നു. ഷൂട്ടിംഗ് സമയത്തുണ്ടാകുന്ന ചില തെറ്റുകളും തുടർച്ചയില്ലാത്ത രംഗങ്ങളും കണ്ടിന്യൂറ്റി എറർസ് എഡിറ്റിംഗിലൂടെ ഒരു പരിധിവരെ തിരുത്താൻ സാധിക്കും. സമയം ലാഭിക്കുന്നു. അനാവശ്യമായ ഷോട്ടുകളും രംഗങ്ങളും മുറിച്ചുമാറ്റി സിനിമയുടെ ദൈർഘ്യം കുറയ്ക്കാനും പ്രേക്ഷകന് മടുപ്പുണ്ടാക്കാത്ത രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാനും എഡിറ്റർ സഹായിക്കുന്നു. എഡിറ്ററുടെ പ്രധാന ജോലികൾ. എഡിറ്ററുടെ ജോലികൾ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതിലൂടെ ആരംഭിക്കുന്നു. ഇത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. അതിൽ പല ഘട്ടങ്ങളുണ്ട്. 1. അസംസ്കൃത ഫൂട്ടേജ് ഇറക്കുമതി ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുക. ഇൻജസ്റ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് റോ ഫുട്ടേജ്. ഷൂട്ട് ചെയ്ത എല്ലാ വീഡിയോ ഫയലുകളും കമ്പ്യൂട്ടറിലേക്ക് മാറ്റുക. ക്ലിപ്പുകൾ തരംതിരിക്കുക. ലേബൽ ചെയ്യുക. എളുപ്പത്തിൽ കണ്ടെത്താവുന്ന രീതിയിൽ ക്രമീകരിക്കുക. 2. ആദ്യ കട്ട്. അസംബ്ലി എഡിറ്റ് റഫ് കട്ട്. ലഭ്യമായ എല്ലാ ഫൂട്ടേജുകളും ഉപയോഗിച്ച് സിനിമയുടെ ഒരു പ്രാഥമിക പതിപ്പുണ്ടാക്കുക. ഈ ഘട്ടത്തിൽ എഡിറ്റർ പ്രധാനമായും കഥയുടെ ക്രമം മനസ്സിലാക്കാനും ഫൂട്ടേജുകൾക്ക് ഒരു ഏകദേശ രൂപം നൽകാനും ശ്രമിക്കുന്നു. ഓരോ രംഗത്തിലെയും മികച്ച ടേക്കുകൾ തിരഞ്ഞെടുക്കുകയും അനാവശ്യമായ ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. 3. സൂക്ഷ്മമായ കട്ടിംഗ് ഫൈൻ കട്ട്. ആദ്യ കട്ടിൽ നിന്ന് കൂടുതൽ സൂക്ഷ്മമായ എഡിറ്റിംഗിലേക്ക് കടക്കുന്നു. ഓരോ ഷോട്ടിന്റെയും ദൈർഘ്യം, സംക്രമണങ്ങൾ, ട്രാൻസിഷൻസ്, താളം എന്നിവ ക്രമീകരിച്ച് സിനിമയ്ക്ക് കൂടുതൽ ഒഴുക്കും വ്യക്തതയും നൽകുന്നു. സംഭാഷണങ്ങളിലെ പൊരുത്തക്കേടുകൾ, തുടർച്ചയില്ലാത്ത രംഗങ്ങൾ എന്നിവ ശരിയാക്കാൻ ശ്രമിക്കുന്നു. 4. ശബ്ദ എഡിറ്റിംഗ് സൗണ്ട് എഡിറ്റിംഗ്. ചിത്രത്തിന് അനുയോജ്യമായ സംഭാഷണങ്ങൾ, സംഗീതം, ശബ്ദ ഇഫക്റ്റുകൾ എന്നിവ തിരഞ്ഞെടുത്ത് ചേർക്കുക. ശബ്ദനിലവാരം മെച്ചപ്പെടുത്തുകയും പശ്ചാത്തല ശബ്ദങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക. ഡയലോഗുകൾ വ്യക്തമാണെന്ന് ഉറപ്പാക്കുക. 5. വിഷ്വൽ ഇഫക്ട്സ് VFX ഏകോപനം. ആവശ്യമെങ്കിൽ വിഷ്വൽ ഇഫക്റ്റ് ടീമുമായി ചേർന്ന് പ്രവർത്തിച്ച് സിനിമയുടെ ദൃശ്യങ്ങൾ മെച്ചപ്പെടുത്തുക. സിനിമയുടെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വിഷ്വൽ ഇഫക്റ്റുകൾ എഡിറ്റിംഗിൽ ഉൾപ്പെടുത്തുക. 6. കളർ ഗ്രേഡിംഗ് ഏകോപനം. സിനിമയുടെ മൊത്തത്തിലുള്ള ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി കളർ ഗ്രേഡിംഗ് ചെയ്യുന്ന ടീമുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. ഓരോ രംഗത്തിനും അനുയോജ്യമായ വർണ്ണങ്ങൾ നൽകി സിനിമയ്ക്കൊരു പ്രത്യേക രൂപം നൽകുന്നു. 7. സംവിധായകനുമായി സഹകരിക്കുക കൊളാബറേഷൻ വിത്ത് ഡയറക്ടർ. സംവിധായകനുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും ചെയ്യുക. സംവിധായകന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നിരവധി തവണ എഡിറ്റ് ചെയ്ത പതിപ്പുകൾ സംവിധായകനെ കാണിക്കുകയും അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വീകരിക്കുകയും ചെയ്യുക. 8. അന്തിമ മിക്സിംഗ് ഫൈനൽ മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ്. ശബ്ദ മിക്സിംഗ് പൂർത്തിയാക്കുകയും എല്ലാ ശബ്ദഘടകങ്ങളും സന്തുലിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. സിനിമയുടെ അവസാന പതിപ്പ് നിർമ്മിക്കുകയും വിതരണത്തിനായി തയ്യാറാക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ, ഒരു എഡിറ്റർ ഒരു സിനിമയുടെ ആത്മാവാണ്. സംവിധായകന്റെ ആശയങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയും പ്രേക്ഷകന് മറക്കാനാവാത്ത അനുഭവം നൽകുകയും ചെയ്യുന്നത് എഡിറ്ററുടെ കഴിവിലൂടെയാണ്.